ഹായ് ഓൾ. 2024 വന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഇത് നോക്കിയേ, 5 ദിവസം കൂടി കഴിഞ്ഞാൽ 2025 തുടങ്ങും. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് കണ്ണിന് കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കാനുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നല്ല അടിപൊളി ഫോട്ടോ തന്നെ കിട്ടി. പിന്നെ നമ്മൾ കേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. എന്താഘോഷമായാലും കേക്കാണ് മുഖ്യം. ക്രിസ്മസ് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ പല കളറിലും ലുക്കിലും കേക്കുകൾ ഇങ്ങനെ ബേക്കറിയിലെ ഷെൽഫിലെല്ലാം ഒന്നാം സ്ഥാനം തന്നെ പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ പ്ലം കേക്ക് ഓർമ്മ വരുന്നത്. പണ്ടെല്ലാം ക്രിസ്മസിനും ന്യൂ ഇയറിനും ബർത്ത്ഡേക്കും മാത്രമായിരുന്നു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ആഘോഷം ഉണ്ടായാലും കേക്ക് ഇല്ലാണ്ട് പറ്റാണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയല്ലേ. അന്നേരം എല്ലാവരും ഒത്തുകൂടി ആ ഒരു അറ്റ്മോസ്ഫിയറും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബേക്കറിയിൽ മുഴുവൻ ഓടി നടന്നിട്ട് ബേളുണ്ടാക്കി കണ്ണനെ പിടിച്ചിട്ട് ഒരു ലോലിപ്പോപ്പും കൊടുത്ത് സൈഡാക്കി ഇരുത്താ ഇപ്പൊ കണ്ടത്. അപ്പൊ ഇന്നത്തെ കേക്ക് അഞ്ജുനുള്ളതാണ്. അഞ്ജു എന്റെ റിലേറ്റീവ് ആണ്. അപ്പൊ മൂപ്പറ കല്യാണമാണ് നാളെ. അപ്പൊ അതിനുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കേക്ക് വാങ്ങി. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഡിക്ഷണറിയിലുള്ള ഒരു വാക്കാണ് കേക്ക് കട്ടിങ്. അപ്പൊ നമ്മൾ കേക്കൊക്കെ വാങ്ങി നേരെ കല്യാണ വീട്ടിലോട്ട് വിട്ടു. ഉച്ച സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. വലിയൊരാളും തിരക്കൊന്നുമില്ല, ചെറിയതായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത് അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയി. പന്തലിന്റെ എല്ലാം ലൈറ്റ് ഡെക്കറേഷന്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് കല്യാണ വീടുണ്ടായത്. അപ്പൊ കല്യാണ വീട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിൽ ആരവം വരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ മൈലാഞ്ചി ഇടുന്ന തിരക്കിലേനും അഞ്ജു. അങ്ങനെ അഞ്ജുവിനെ കൊണ്ട് കേക്കെല്ലാം കട്ട് വെച്ചിട്ട് നാളെ കാണാന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നടന്നു. വൈകുന്നേരം നോക്കുമ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായി. എത്തിമേൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും മാമനും എല്ലാവരും കൂടി പെട്ടെന്ന് വന്ന്. പ്രീ പ്ലാൻഡ് വരവല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഒരുക്കമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഏത് പാതിരാത്രിയിലും ആര് വീട്ടിൽ കയറി വന്നാലും മേശ നിറയെ സാധനങ്ങൾ ഉണ്ടാവണം എന്നത് അമ്മേൻ്റെ ഒരു പോളിസിയാണ്. അപ്പോൾ കുറച്ച് പലഹാരങ്ങളെല്ലാം നമ്മൾ വേഗം തട്ടിക്കൂട്ടി. അവർ വന്ന വകയിൽ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മളെ ഇത്തവണത്തെ ക്രിസ്മസിൻ്റെ കേക്ക് നേരത്തെ തന്നെ നമ്മൾ മുറിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ. Mari